കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പനെ തൊഴാൻ പോവാം. ഇന്ന് നേരത്തെ കഴിഞ്ഞു, കാരണം ഉച്ചപൂജ കഴിഞ്ഞിട്ട് വേണം ഭക്തർക്ക് ദർശനം അകത്തേക്കുള്ളൂ. രാവിലെ കുറച്ച് നേരം ഉണ്ടായുള്ളൂ. മലർ നിവേദ്യം കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നാലമ്പലത്തിലേക്കുള്ള ദർശനം നിർത്തി. അതിനുശേഷം സപ്ത കലശം ആടുമായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കലശത്തിൻ്റെ കലശപൂജയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നാലമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഭക്തർക്ക്. പിന്നെ ആ കൊടിമരത്തിൻ്റെ പുറകിലൂടെ ഒന്ന് കുറേ സമയം വിട്ടു എന്ന് മാത്രം. ശീവേലിക്ക് ശേഷം പിന്നെ പന്തീരടിയും ഒക്കെ നേരത്തെ കഴിഞ്ഞു. അപ്പോൾ ഉച്ചപൂജയും നേരത്തെ കഴിഞ്ഞു ഇന്ന്. അപ്പോൾ അത് കാരണം ഇപ്പോൾ എല്ലാവർക്കും നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമായി. ഇനിയിപ്പോൾ 1 മണി ഒക്കെ ആകുമ്പോഴേക്ക് തന്നെ അടയ്ക്കും. 1-1:15 ഉള്ളിലൊക്കെ അടയ്ക്കും. അതേപോലെ 4:30 വീണ്ടും തുറക്കും. ഇതേപോലെ തന്നെയാണ് നാളെയും. അതേപോലെ സീനിയർ സിറ്റിസനും പ്രാദേശികമൊന്നും രാവിലെ ക്യൂ ഇല്ലായിരുന്നു. അവർക്കൊന്നും ദർശനം ഇല്ല. കലശാഭിഷേകം ആയിരുന്ന കാരണം കലശപൂജകളൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഏതായാലും ഗുരുവായൂരപ്പൻ്റെ കിഴക്കേ നടയിലുള്ള ഗണപതിയെ ഒന്ന് പോയി തൊഴുത് നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ വരുമ്പോൾ ശ്രീലകത്തേക്ക് നമ്മളിങ്ങനെ നോക്കുകയാണ്. ആ വാതിൽപ്പടി കയറുമ്പോൾ അങ്ങനെ ആ ശ്രീലകത്തെ ആ മനോഹരമായ ആ തിരുവിഗ്രഹത്തിൽ നിന്നുള്ള പ്രകാശം, അതായത് നെയ്വിളക്കിൻ്റെ ശോഭയും ആ വിഗ്രഹത്തിലെ കണ്ണൻ്റെ മുഖത്തുള്ള സ്വർണത്തിൻ്റെ ആ സ്വർണ്ണഗോപിയുടെയൊക്കെ പ്രകാശം നമ്മളുടെ കണ്ണിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അതിങ്ങനെ നമ്മളുടെ കണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ ഗുരുവായൂരപ്പൻ്റെ ആ അനുഗ്രഹം നമ്മളിലേക്ക് എത്തുന്ന ആ ഒരു പ്രതീതിയാണ്. അങ്ങനെ നമ്മൾ ആ ഇടത്തെ ഭാഗത്തുള്ള ഇടത്തെ ഭാഗത്തുള്ള നാരായണീയൻ രചിച്ച മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിച്ചു. അതുപോലെ വലത്തെ ഭാഗത്ത് ആ തൂണൊന്ന് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കി തൊഴുതു. അങ്ങനെ നമ്മളിങ്ങനെ ഇറങ്ങി വരികയാണ്. ഇറങ്ങി വരുമ്പോൾ ആ ശ്രീകോവിലിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നിറയെ നിറദീപത്തോട് കൂടിയിട്ട് ആ നെയ്വിളക്കിൻ്റെ, അതായത് സ്വർണ്ണവിളക്കിലും വെള്ളിവിളക്കിലും ഒക്കെ ഉള്ള നെയ്യിൻ്റെ പ്രകാശം ഇങ്ങനെ കാണുന്നു. അങ്ങനെ കാൽത്തളകൾ ഇങ്ങനെ കാണുന്നു. ഇന്ന് നോക്കുമ്പോൾ അന്ന് മുട്ട് കുത്തിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. മുട്ട് കുത്തിയിട്ട് നിവർന്ന് നിൽക്കുക. എന്തല്ലേ കണ്ണൻ്റെ ഓരോരോ വികൃതികളെ. ആ മുട്ട് കുത്തിയിട്ട് ഇങ്ങനെ നിവർന്ന് നിൽക്കുന്ന പൊന്നുണ്ണിയുടെ വലത്തെ കയ്യിൽ വെണ്ണയുണ്ട്, ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും പിടിച്ചിട്ടുണ്ട്. ഓരോ വികൃതികളാണ് ആ വികൃതിക്കുട്ടൻ കാണിക്കുന്നത്. അപ്പോൾ നല്ല രസമായിട്ടുള്ള ആ അലങ്കാരമൊക്കെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഗോപി തിലകങ്ങൾ വെച്ചിട്ടുണ്ട്, മാറത്തുണ്ട്, നിറയെ ആഭരണങ്ങളുണ്ട്. ഒരു വളയം പോലത്തെ മാല, ഒരു മാങ്ങാമാല, ഒരു നെക്ലസ്, അതായത് ഒരു പതക്കം പോലത്തെ ഒരു മാല, അങ്ങനെ സ്വർണത്തിൻ്റെ മാലകൾ ധാരാളമാണ്. അരമണി ചാർത്തിയിട്ടുണ്ട്. അതേമാതിരി തോൾവളകൾ ഉണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ ഉണ്ട്. അങ്ങനെ നല്ല രസമായിട്ടുള്ള അലങ്കാരമാണ്. ഇന്നും ഉച്ചപൂജ ഉണ്ടായിരുന്നത് തന്ത്രിയാണ്. തന്ത്രി കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്. അതേപോലെ കളഭാലങ്കാരം ചെയ്തിരിക്കുന്നത് മേൽശാന്തിയാണ്. മേൽശാന്തി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി. വളരെ നല്ല അലങ്കാരമായിട്ടാണ് ചാർത്തിയിട്ടുണ്ട്. ആ ചതുർബാഹുവായ വിഗ്രഹം നിറച്ച് ആ കളഭം കൊണ്ടുള്ള അലങ്കാരമാണ്. നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളിപ്പോൾ ശ്രീകോവിലിൻ്റെ മുന്നിൽ, അതായത് ആ സോപാനപ്പടിയിലാണ് വന്ന് നിൽക്കുന്നത്. അവിടെ നിന്ന് നമ്മളിങ്ങനെ കാണുകയാണ് ആ ഗുരുവായൂരപ്പൻ്റെ ആ ശ്രീരൂപം ഇങ്ങനെ കാണുകയാണ്. അപ്പോൾ അതിങ്ങനെ കാണുന്നതായിട്ട് എന്നെ ശ്രവിക്കുന്ന എല്ലാവരും സങ്കല്പിച്ചോളൂ. നമ്മളെ ഗുരുവായൂരപ്പൻ്റെ മുന്നിലാണ്, തിരുമുമ്പിലാണ് എന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ആ രൂപത്തെ മനസ്സിലേക്ക്, അതായത് ആ ഉണ്ണി ഇങ്ങനെ മുട്ടുകുത്തിയിട്ട് നിൽക്കുകയാണ് കുസൃതിയോടെ, ആ പുഞ്ചിരിച്ചുകൊണ്ട് വെണ്ണ കഴിക്കുന്ന പൊന്നുണ്ണിയാണ്. ആ ചിരി മാഞ്ഞിട്ടില്ല, ചിരിയുണ്ടേ. എനിക്ക് വെണ്ണ കിട്ടിയല്ലോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണോ എന്നാണ് ചോദിക്കണതേ. അമ്മ ഇന്ന് വെണ്ണ തന്നിട്ടുണ്ട്, യശോദാമ്മ വെണ്ണ തന്നിട്ടുണ്ട്, ആർക്കെങ്കിലും വേണോ എന്നാണ് ചോദിക്കുന്നത്. ഉത്സവമായി. അപ്പോൾ ഇനി ഉത്സവത്തിന് കഞ്ഞിയും പുഴുക്കൊക്കെ കഴിക്കണ്ടേ, എല്ലാവരും വന്നോളൂ കേട്ടോ എന്ന് പറയുന്നുണ്ട്. അവിടെ കലശം നടക്കുകയാണ്.
എനിക്ക് വളരെ സന്തോഷമാണ് എന്നൊക്കെയാണ്. അങ്ങനെ നോക്കി വരുമ്പോൾ ഉണ്ടമാലകൾ 2 എണ്ണം ഉണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ള 2 എണ്ണം ഒരേ മാതിരി തന്നെ. അതേപോലെ തിരുമുടിമാലകളുണ്ട്, പീലി കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ വിധാനമായിട്ടൊരു 2, 3, 4 എണ്ണം ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്, തുളസിയും ഒരു താമരമാലയും. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മളിപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തിൻ്റെ തിരുമുമ്പിലാണ് അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. അത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇറങ്ങി അഗ്നികോണിലേക്കൊന്ന് നോക്കി ബലി തൂവുന്ന അവിടെ നിന്ന് നോക്കി തൊഴുതു. അതേമാതിരി തിടപ്പള്ളിയിലേക്ക് നോക്കിയിട്ട് തൊഴുകയാണ്. അത് കഴിഞ്ഞാൽ സപ്തമാതാക്കളെ ഒന്ന് നോക്കി കണ്ട് തൊഴുതു. അതിനുശേഷം വീണ്ടും വിഘ്നേശ്വരൻ്റെ അടുത്തേക്ക് വന്ന് വിഘ്നേശ്വരനെ കണ്ട് തൊഴുകയാണ്. അവിടെ അതാ ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ട് നല്ല രസമായിട്ടാണ് ചാർത്തൊക്കെ. ഇന്നൊക്കെ നേരത്തെ കഴിഞ്ഞെന്ന് ധാരാളം ആ തുമ്പിക്കൈയും കൊമ്പൊക്കെ ഇങ്ങനെ ചന്ദനം ചാർത്തിയിട്ട് നല്ല രസമായിട്ട് ഉണ്ട്. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ സരസ്വതി ദേവിയുടെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കിയാലോ, അവിടെ വെളുത്ത പൂവും ചുവന്ന പൂവും കൂടിയുള്ളൊരു മാല ഉണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവിനെയും വന്ദിച്ച് നമ്മളിങ്ങനെ പോരുകയാണ്. അങ്ങനെ പോരുമ്പോൾ ആ ചെറിയ ഗണപതിനെ ഒന്നുകൂടി കാണാം. അതൊന്ന് തട്ടു തലോടിയിട്ട് ഇങ്ങനെ വരാം. പിന്നെ ദശാവതാര രൂപങ്ങളായ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങൾ മേൽശാന്തി ഇരിക്കുന്നതിൻ്റെ ഇപ്പുറത്തും അവിടെ വന്ന് അത് കഴിഞ്ഞാൽ ആ മേൽശാന്തിനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മേൽശാന്തിനെ കണ്ട് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് ആ വാമന രൂപവും അതേമാതിരി നേരെ വരുമ്പോൾ വിഷ്ണു ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന വിഷ്ണുവും ഗജേന്ദ്രമോക്ഷവും ഒക്കെ കാണാം. അതൊക്കെ കണ്ട് തൊഴുത് നേരെ അനന്ത പത്മനാഭസ്വാമീനെ കണ്ട് തൊഴാം. നിറയെ തുളസിപ്പൂ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് മുകളിൽ. ലക്ഷ്മി വിളക്കിൽ നിറയെ നെയ്യൊഴിച്ചിട്ട് നല്ല ദീപപ്രഭയുണ്ട്. അപ്പോൾ അവിടെ കണ്ട് തൊഴാം. അതേപോലെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകളൊക്കെ മുട്ടുകുത്തിയിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ തിരിച്ചിങ്ങനെ വരുമ്പോൾ വീണ്ടും ദശാവതാര വിഗ്രഹങ്ങൾ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കണ്ട് ശ്രീരാമനും ബലരാമനും അതേപോലെ ഭാർഗവരാമനും കൽക്കിയും ഒക്കെ ജനാർദ്ദനൊക്കെ ആയിട്ട് കണ്ട് അങ്ങനെ വരുമ്പോൾ ആ കൃഷ്ണൻ്റെ അടുത്ത് വീണ്ടും ഒരു തുളസിമാല കാണാണ്ട്. പിന്നെ നിറയെ ഭസ്മം കൊണ്ട് അഭിഷേകം കഴിഞ്ഞിട്ട് ആ സുബ്രഹ്മണ്യ സ്വാമീനെ കാണാം. അത് കഴിഞ്ഞാൽ നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്നാലോ, ഇന്ന് നിറയെ കുങ്കുമം കൊണ്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങമാല ചാർത്തിയിട്ടുണ്ട്, ഒരു വെറ്റിലമാലയും ചാർത്തിയിട്ടുണ്ട്. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് നേരെ ഓവിൻ്റെ അടുത്ത് വന്ന് അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് ഒന്നിങ്ങോട്ട് തിരിഞ്ഞ് പോരുമ്പോൾ താമരക്കണ്ണനെ കാണാം. കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ആ താമരക്കണ്ണനെ കണ്ട് പ്രാർത്ഥിച്ചു പോരാം. ഇപ്പോൾ പിന്നെ ഗ്രില്ലിൻ്റെ അവിടേക്ക് പോകണ്ടാത്ത കാരണം എല്ലാവർക്കും താമരക്കണ്ണനെ കാണാം. താമരക്കണ്ണനെ കാണാൻ പറ്റിയില്ല എന്നാരും പറയില്ല. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന നാലമ്പലത്തിലേക്ക് കിടന്ന ആളുകൾക്ക് എല്ലാവർക്കും താമരക്കണ്ണനെ കണ്ട് തൊഴാം. അങ്ങനെ അത് കഴിഞ്ഞാൽ ഗ്രില്ലിൻ്റെ അവിടെ നിന്ന് മണിക്കിണർ നോക്കി തൊഴാം. അതേപോലെ നൃത്താറ നോക്കി തൊഴാം. നൃത്താറയിലേക്ക് നോക്കിയിട്ട് നമ്മുടെ പൊന്നുണ്ണി അവിടെ നൃത്തം ചെയ്യുന്നതായിട്ട് ഇങ്ങനെ സങ്കല്പിച്ച് ഏത് രൂപത്തിലാണോ ഭഗവാൻ നൃത്തം ചെയ്യുന്നത് എന്ന് മനസ്സിൽ തോന്നുന്നത് ആ രൂപത്തിൽ അവിടെ ഇങ്ങനെ നൃത്തം ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. പിന്നെ അപ്പുറത്താണെങ്കിലോ മുളറയിൽ മുളച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ അത്യാവശ്യം വലുപ്പമായി, പക്ഷെ അത് എല്ലാവർക്കും കാണാൻ പറ്റില്ല. അങ്ങനെ അവിടുന്ന് തൊഴുത് ഇങ്ങനെ പോരുമ്പോൾ കുറൂരമ്മേനെയും കൃഷ്ണ രൂപവും കൃഷ്ണാട്ടത്തിലെ രൂപവും നാരദരെയൊക്കെ കണ്ട് തൊഴുത് വടക്കേ നടയിലൂടെ തന്നെ, വടക്കേ നടയത്തൂടെ തന്നെയാണ് അകത്തേക്ക് വരുന്നതും പുറത്തേക്ക് വരുന്നതും. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കൂടി ഉണ്ടാവും. അങ്ങനെ അവിടുന്ന് വന്ന് തൊഴുത് ഇറങ്ങി പ്രസാദ കൗണ്ടറിലെത്തിയാൽ ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അതിന് ശേഷം നേരെ എടത്തരികത്തുകാവിലെ ഭഗവതീനെ കാണാം. ഭഗവതിയെ കണ്ട് തൊഴാം. എല്ലാവർക്കും ഉത്സവമാകൊണ്ടെന്നൊക്കെ നേരത്തെ
അലങ്കാരമൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഭഗവതിയൊക്കെ കണ്ണെഴുതി പൊട്ട് തൊട്ടിങ്ങനെ ഗംഭീരമായിട്ടാണ് ഇരിക്കുന്നത്. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ ആ അമ്മേനെയൊക്കെ കണ്ടു തൊഴുതു. ഇനി ആ കോർണറിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഒന്ന് തിരിഞ്ഞു നിന്നാൽ ആ മമ്മിയൂരപ്പനെ നോക്കിയിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. മമ്മിയൂരപ്പനെ മനസ്സിലേക്ക് ആവാഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ മമ്മിയൂർ പോയ അനുഭവമായി. അങ്ങനെ അതിന് ശേഷം നമ്മൾ ആ കൊടിമരത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ നോക്കി വരികയാണ്. അങ്ങനെ വരുമ്പോൾ ആൾ രൂപത്തിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്. അതേപോലെ മഞ്ചാടികൾ വാരുന്നു. മഞ്ചാടി കുന്നിക്കുരിയൊക്കെ വാരി കളിക്കുകയാണ് കുട്ടികൾ. അത് കഴിഞ്ഞ് നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി അകത്തെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ മുട്ടു കുത്തി നിൽക്കുന്ന വെണ്ണക്കണ്ണനെ നോക്കി തൊഴുതു. അവിടെ നിന്ന് നമസ്കരിച്ച് നേരെ ആ കൂത്തമ്പലത്തിൻ്റെ അവിടേക്ക് പോയി. കൂത്തമ്പലത്തിൻ്റെ അവിടെ എന്താ വെള്ളം നിറയ്ക്കുകയാണെന്ന്, വൈകുന്നേരം തീർത്ഥം നിറയ്ക്കുകയാണ്. നാളെ അല്ലേ അഭിഷേകം, സഹസ്രകലശത്തിൻ്റെ ബ്രഹ്മകലശം. അപ്പോൾ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെയാണ്. അവിടേക്ക് അങ്ങനെ പ്രവേശനമില്ല, അതിൻ്റെ പുറത്തു കൂടെയാണ് വിടുക. അങ്ങനെ വരുമ്പോൾ നമ്മൾ അയ്യപ്പസ്വാമിയുടെ അവിടെ വന്നിട്ട് തൊഴുകയാണ്. അയ്യപ്പസ്വാമിക്കും ഇതേപോലെ ഉത്സവമാവുകൊണ്ടൊക്കെ നേരത്തെ അഭിഷേകമൊക്കെ കഴിഞ്ഞിരിക്കുക. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമിക്ക് ഒന്ന് പ്രദക്ഷിണമായിട്ട് നമ്മൾ പടിഞ്ഞാറ് നടയിലേക്ക് വന്നാൽ ആ ദീപസ്തംഭം കാണാം. ദീപസ്തംഭത്തിലുള്ള വേണുഗോപാല സ്വരൂപം കാണാം. അതേപോലെ ഒന്നിങ്ങോട്ട് പിറകിലേക്ക് ഇറങ്ങി നിന്ന കൊടിമരത്തിൻ്റെ മുകളിലെ ആ വേണുഗോപാല സ്വരൂപം കാണാം. അപ്പോൾ കണ്ട് തൊഴാം. അപ്പോൾ എല്ലാവരും എന്നെ ശ്രവിക്കുന്നത് ഏത് സമയത്താണോ ആ സമയത്ത് ഗുരുവായൂർ വന്നിട്ട് ദർശനം നടത്തിയ ആ ഒരു അനുഭവം എല്ലാവർക്കും എത്തട്ടെ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്തായാലും എന്നെ ശ്രവിക്കുന്നവർക്ക് കേൾക്കുമ്പോൾ ലഭിക്കും. കാരണം നമ്മുടെ മനസ്സ് ആ ചലിക്കുകയാണ് അതിലൂടെ. അപ്പോൾ ഗുരുവായൂരപ്പനെ കാണുന്നത് അതേ അവസ്ഥയിൽ നിന്ന് കാണുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ആ മനസ്സിലേക്ക് ഗുരുവായൂരപ്പൻ്റെ ശക്തി എത്തും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.